Hi, good evening. Good evening to all. Yes, വീണ്ടും ഒരു റൈറ്റിംഗ് ഡിപിക്ഷനുമായിട്ട് നമ്മൾ വന്നേക്കുവാണ്. യെസ്, നാളെ എക്സാം ഉള്ള ഒരു ദിവസമാണ് അല്ലേ? അതെ, അപ്പൊ നാളെ എക്സാം ഉള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അല്ലെ, ഒരു 11th അവർ പ്രിപ്പറേഷൻ എന്ന രീതിയിൽ വേണമെങ്കിൽ ഇതിനെ കാണാം. ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ അല്ലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു റൈറ്റിംഗ് ഡിപിക്ഷൻ കാണാം. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന റൈറ്റിംഗ് ഡിപിക്ഷൻ ആ ഒരു പാറ്റേണിൽ ലെറ്റർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും, ഒരു റീഫ്രഷ്മെന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. ഒരുപാട് സന്തോഷം. യെസ്, റൈറ്റിംഗ് ഡിപിക്ഷൻ ആണ്. സോ ഒരുപാട് സ്റ്റുഡൻസ് ഇന്നലെ ഒക്കെ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. കാര്യം ലാസ്റ്റ് ടൈം നമ്മൾ തേഴ്സ്ഡേ ആണ് പോയത്, അപ്പൊ അതുകൊണ്ട് തന്നെ മാം റൈറ്റിംഗ് ഡിപിക്ഷൻ ഇല്ലേ എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജസ് വന്നു. സോ നിങ്ങൾ എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. Renimol Ivan, good evening. Reshma Rajan, yes, Reshma, good evening. Grishma Anoop, good evening. Nisha Sujit, good evening. Neethu Jijo, good evening. Srikala, yes. Hi Rishad, hi Deepa. Liz Mary Anthony, Femi Francis. Rani Robin, yes, good evening. Subita, hi Subita, good evening. Thank you for your live again. Thank you dear, yes. You are welcome. Yes, Remya Rajesh, good evening. Sharanya Manu, good evening. Hi Priya, hi Preeti, hi Annette, yes. Jasna Ans, good evening. Princey Prajil, Lynette Joseph, yes. Cincy Sijo, good evening. Sonia, hi Sonia, good evening. Shanti Reddy, yes, good evening. Anupa, Lakshmi, Achu Akil, hi Achu, good evening. Princey Joshi, Ria Varghese, good evening. Helen Sheila, Nayana Amal, hi, good evening dear, yes. Rincy John, Berlin Stephen, good evening. Leah Mariam Abraham, hi, good evening, good evening. Happy to see you all here, yes. Tina, Sharanya, yes, Nair, hi, good evening dear. Shinu Rajesh, good evening. Hi Liti, Akhila, hi Neethu Vinod, yes. Asha Surendran, Anusri, Manisha, hi Christina. Yes, yes, good evening to all. Good evening, yes. Julie Jijo, Shaimol Sinu, yes, good evening, good evening. Yes, good evening. Lindsay Sanoj, yes, yes, good evening. ഒരുപാട് സന്തോഷം. വീണ്ടും എല്ലാവരെയും ഒന്നും കൂടെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. മിസ്സി റിജോ, ഡയന ജോർജ്, ഷെമി, ഗുഡ് ഈവനിങ്. സൗമ്യ ടോമി, യെസ്. ജിഷ്ണു, ഷിറിൻ, പ്രിയ, യെസ്, യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, സോ നാളെ എക്സാം ഉള്ള ഒരു ദിവസമാണ്. സോ ഫസ്റ്റ് ടൈം റൈറ്റിംഗ് ഡിപിക്ഷൻ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? ഓരോ പ്രാവശ്യത്തെ സെഷൻ കഴിയുമ്പോഴും ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ആണ് സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്നത്. സോ എക്സാമിന്റെ തലേ ദിവസം ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാഡം എന്നൊക്കെയുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. ഒരുപാട് സന്തോഷം. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണ് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. സുപ്രിയ, യെസ്. ബിജി നിബിൻ, സുബിരാജ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്. അനി, സന്ധ്യ, യെസ്, good evening. Divya Mol, yes, good evening. Shini James, Dhanya Jobi, Anjali, hi Anjali, good evening. Krishna Priya, Krishna, yes. Soumya Ajesh, yes, good evening. Okay, first time writing depiction കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഫസ്റ്റ് ടൈം ആണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ആരൊക്കെയാണ് പുതുതായിട്ട് ജോയിൻ ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രാവശ്യവും റൈറ്റിംഗ് ഡിപിക്ഷൻ പോകുന്ന സമയത്ത് പുതിയ ആളുകൾ ഒരുപാട് പേര് ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണ് ഈ ടൈമിൽ പുതുതായിട്ട് വന്നിരിക്കുന്നത് എന്ന് അറിയാനാണ്. ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്. ജെംലി റോബിൻ, യെസ്, ഗുഡ് ഈവനിങ്. സന്ധ്യ, ഫസ്റ്റ് ടൈം ആണ്. യു ആർ വെൽക്കം ഡിയർ. അരുൺ, യെസ്. സുമി മേരി ജോൺസൺ, ഗുഡ് ഈവനിങ്. അശ്വതി, യെസ്. നായർ, പ്രിയ എം, അരുൺ, യെസ്, ഗുഡ് ഈവനിങ്. ബിനുമൽ തോമസ്, ഗുഡ് ഈവനിങ്. Claudine, Clarina, yes. Navya, Paul, Shyama, Jintu Mary, hi. Sabna Balan, good evening. Demya Nitin, good evening. Yes. Anvi Grace, good evening. Josie Mole, Raji Joseph, good evening. Sina Praveen, good evening. Yes. Selmi, good evening, good evening.
Yes, first time Anna. Yes, Rishika, first time Anna. You are welcome, dear. Yes, Monisha, I too happy to see you, dear. Yes, Adira Srejit, Adira Shashi, Krishna Suti. Yes, good evening. Good evening, good evening. So, first time attend ചെയ്യുന്ന എല്ലാവർക്കും warm welcome. Yes, Arya Manoj, Navya Paul is also first time. Good evening. You are welcome, dear. Yes, Jitin George, good evening. Neethu Soman, good evening. Okay, so first time ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള റൈറ്റിംഗ് ഡിപിക്ഷൻസ് ഒന്ന് വാച്ച് ചെയ്യാം. സോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ 2 വീക്സ് കൂടുമ്പോഴും പുതിയ പുതിയ കേസ് നോട്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് അല്ലേ? യെസ്, നാളെ എക്സാം എഴുതാനുള്ള സ്റ്റുഡൻസ് ആരൊക്കെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്? യെസ്, നാളെ എനിക്ക് എക്സാം ആണ് എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? എത്ര പേര് ഇത് കാണുന്നുണ്ട്? ഒന്ന് കമന്റ് ചെയ്യാമോ? Yes, good evening, Nancy, Simon, Jasmine, good evening, good evening. Yes, Jisna Deepak, good evening. Yes, naale exam aana. Yes, ma'am, naale aana exam. Zubi Maria, all the best, dear. Tomorrow is my exam, Gabriel. All the best, all the best. Yes, God bless you. I have exam, Reshma Rajan. Good evening. Yes, all the best, dear. Yes. Okay, so കുറച്ച് പേരെല്ലാം എക്സാം എഴുതുന്നവർ വാച്ച് ചെയ്യുന്നുണ്ട്. കൂടുതലും എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആയിരിക്കും ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, അപ്പൊ നാളെ ഞാൻ എക്സാമിനായിട്ട് പോവാണ്. സോ എത്ര കോൺഫിഡന്റ് ആണ് നിങ്ങൾ? നാളെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസം, എന്റെ ലൈഫ് മാറി മറയാൻ പോണ ഒരു ദിവസമാണ് നാളെ. ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു മാം നാളത്തെ ഒരു എക്സാമിന് വേണ്ടി. ഞാൻ നന്നായിട്ട് എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഐ എം കോൺഫിഡന്റ് എന്ന് പറയാൻ പറ്റുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ട് കൂടെ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്താണ് നാളെ എക്സാമിന് പോകാൻ പോണേ. ഉറപ്പായിട്ടും ടുമോറോ ഈസ് മൈ ഡേ എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഇത്ര സ്റ്റുഡൻസ് ഉണ്ട് കൂടെ. ഐ ഹാവ് എക്സാം ടുമോറോ, ഐ ഹാവ് എക്സാം. ഒരുപാട് പേര് നാളെ എക്സാം എഴുതുന്നവരുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. യെസ്, ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. ബ്ലസാന ബാബു, യെസ്, വെരി ഗുഡ്. യെസ്, ഗബ്രിയൽ, വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. യെസ്, ഐ ഹാവ് എക്സാം ടുമോറോ. ഹസീന, യെസ്, ഗുഡ് ഈവനിങ് ഡിയർ. ഓക്കെ, സോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഒരു ദിവസമാണ്, നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ദിവസമാണ് നാളെ അല്ലെ? അതെ, നമ്മൾ ഡിസൈഡ് ചെയ്ത ഡേറ്റ്, നിങ്ങൾ ഡിസൈഡ് ചെയ്ത വെന്യൂ ആണോ? അതെ, നിങ്ങൾ പേ ചെയ്ത മണി, ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങളാണ്. നാളത്തെ ദിവസത്തിന്റെ കംപ്ലീറ്റ് പ്ലാനിങ് നിങ്ങളാണ്, ശരിയല്ലേ? അതെ, അപ്പൊ ഇന്ന ദിവസം ഇന്ന വെന്യൂല് ഞാൻ ഫീസ് അടച്ച് എന്റെ ലാംഗ്വേജ് അസസ് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ ഇന്റർലൊക്കേറ്റർ ആയിട്ട് കൊണ്ടുവന്നേക്കുവാണ്. അതല്ലേ സത്യം? അതാണ് സത്യം അല്ലെ? എല്ലാ W കഴിഞ്ഞ് സ്പീക്കിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളില് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് അസസ്മെന്റില് ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു റോള് പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ പേ ചെയ്ത ഒരാളെ കൊണ്ടുവരുന്നതാണ് ആര്? ഇന്റർലൊക്കേറ്റർ. ഈ ആംഗിളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആണോ? അതെ, യെസ്, നമ്മുടെ മാസ്റ്റർ പ്ലാൻ ആണ് നാളെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി റെഡി ആണ് ടു ഫേസ് ദ എക്സാം. ആണോ? അതെ, കംപ്ലീറ്റ്ലി റെഡി ആണ് ടു ഫേസ് ദ എക്സാം അല്ലെ? യെസ്, ഐ എം റെഡി ടു ഫേസ് ദ എക്സാം. പ്ലീസ് അസസ് മൈ ലാംഗ്വേജ് ആൻഡ് ഗിവ് മീ ദ സ്കോർ അല്ലെ? ആ സ്കോർ കയ്യിൽ കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എന്റെ ഡ്രീം കൺട്രിയിലോട്ട് എനിക്ക് പോവാൻ അല്ലെ? ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇറ്റ് ഇസ് എ ടെമ്പററി പ്ലേസ് അല്ലെ? ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ഞാൻ ഇവിടുത്തെ കാര്യമല്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ കാരനല്ല. ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ഒരു ടെമ്പററി പ്ലേസ് ആണ്. ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഐ വിൽ ബി ഹിയർ അല്ലെ? അത്രേ ഉള്ളൂ. സോ ഫോക്കസ് ഓൺ യുവർ എക്സാം. നാളത്തെ ഒരു ദിവസം മാക്സിമം ഫ്രൂട്ട്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളുടെ ഒരു എഫേർട്ട് നിങ്ങൾ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തു, എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ കറക്റ്റ് പാത്തിലാണോ ഇൻവെസ്റ്റ് ചെയ്തത്, കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, എന്തായിരുന്നു നിങ്ങളുടെ ലാംഗ്വേജിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ഓവറോൾ ഇഫക്റ്റ് ആണ് നാളെ, ഓവറോൾ ഇമ്പാക്റ്റ് ആണ് നിങ്ങൾക്ക് നാളെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുക. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? യെസ്, സോ ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പൊ നാളെ നല്ലൊരു എക്സാം ഡേ ആവട്ടെ, നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, യെസ്, ഫൈൻ. അപ്പൊ നാളെ ഫസ്റ്റ് മോഡ്യൂൾ ലിസണിംഗ് ആണ്. ലിസണിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിന് ശേഷം നമ്മൾ റീഡിങ്ങിലോട്ട് പോകുന്നു. ലിസണിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിങ്ങൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വളരെ കൂളായിട്ട് എത്രമാത്രം നിങ്ങൾക്ക് കാമായിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രയും റിലാക്സ്ഡ് ആയിട്ട് വേണം ലിസണിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിലോട്ട് നിങ്ങൾ കയറാനായിട്ട്. ഓക്കെ, സോ ലിസണിംഗ് നമ്മൾ ചെയ്തു പോകുമ്പോൾ എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട് അല്ലെ?
അപ്പൊ ഓരോ സമയത്തും നമ്മൾ പഠിച്ചിരിക്കുന്ന സ്ട്രാറ്റജി, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക അല്ലെ? യെസ്, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു പോകുന്ന സിനണിംസ്, അതുപോലെ തന്നെ എന്താണ് പ്രഡിക്ഷൻ, ഗ്രാമാറ്റിക്കൽ ഇംപ്ലിമെന്റേഷൻ, ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു പോവുക. ഓക്കെ, സോ അത് നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ 1 or 2 ക്വസ്റ്റ്യൻസ് ഒന്നും കേൾക്കാൻ പറ്റില്ല. അതൊരു യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കയറി അകത്തിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആണ് അല്ലെ? അതെ, 42 out of 42 തന്നെയാണ് നമ്മൾ ആദ്യം എക്സാം തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എഴുതി അങ്ങോട്ട് തുടങ്ങുമ്പോൾ ചിലപ്പം ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കത്തില്ല. അതൊക്കെ യൂഷ്വൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമായിട്ട് ലീവ് ഇറ്റ്. ഓക്കെ, നമുക്കൊരു ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ലീവ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കരുത്. എന്നാലും ഫസ്റ്റ് ആൻസർ എന്താ, എന്നാലും എന്റെ സെക്കൻഡ് ആൻസർ എന്താ എന്ന് ചിന്തിച്ച് ബാക്കി ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യരുത്, കളയരുത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ, ഇൻ കേസ് ആണ്, എവിടെ എന്താണ് നിങ്ങൾ കേൾക്കാത്തത് എന്നതിനെ പറ്റി ബോദർ ചെയ്യാതെ ലീവ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ? അതെ, നമുക്ക് 42-ല് തന്നെ ഓൺ ആൻ ആവറേജ് 30 കിട്ടണമെന്നില്ല. 40-ൽ കിട്ടിയാലും യു വിൽ സ്റ്റിൽ ഗെറ്റ് ബി. അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ ഓർത്ത് വെക്കുക. അപ്പൊ ലിസണിങ് കഴിഞ്ഞു. ലിസണിങ് എന്ന് പറയുന്ന മോഡ്യൂൾ കഴിയുമ്പോൾ തന്നെ അത് മാറ്റി വെച്ചേക്കാം. പിന്നെ ലിസണിങ്ങിനെ പറ്റി ആലോചിക്കരുത്. യു ഹാവ് ടു മൂവ് ഓൺ വിത്ത് ദ റീഡിങ്. ശരിയാണോ? അതെ, അപ്പൊ റീഡിങ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ്. ഫോക്കസ് ഓൺ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് റീഡിങ്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു പോവാ. എപ്പോഴും ഞാൻ പറയണത് പോലെ 1 hourൽ 5 മെറ്റീരിയൽസ് എങ്കിലും ചെയ്ത് പഠിച്ചു വന്നിട്ടുള്ള സ്റ്റുഡൻസിന് ഉറപ്പായിട്ടും എ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡോണ്ട് വറി. സോ നിങ്ങൾ കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. ആൻഡ് ബി പാർട്ട് ആൻഡ് സി പാർട്ട് ഫോക്കസ് ഓൺ ദ എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് എലിമിനേഷൻ മെത്തേഡ്. സോ ഫോക്കസ് ഓൺ ദാറ്റ്. നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഡെയിലി നീതൂസ് അക്കാഡമിയുടെ ലൈവ് നീതൂസ് അക്കാഡമിയുടെ പേജിൽ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരിക്കും എന്ന് എനിക്കറിയാം. ക്ലോസ്ലി അല്ലെങ്കിൽ കീൻഫുള്ളി വാച്ച് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. സോ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ദെൻ ദ തേർഡ് മോഡ്യൂൾ ഏതാണ്? റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിലോട്ട് നമ്മൾ വരുമ്പം, റൈറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിലോട്ട് ഓക്കെ, വി വിൽ കം ബാക്ക് ടു റൈറ്റിംഗ്. ദെൻ നമുക്ക് തിരിച്ചു വരാം റൈറ്റിംഗിലോട്ട്. LRW കഴിഞ്ഞ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വീണ്ടും അസസ് ചെയ്യപ്പെടുന്ന മോഡ്യൂൾ ആണ് ഏത്? സ്പീക്കിംഗ് ആണോ? അതെ, യെസ്, സ്പീക്കിംഗ്. യെസ്, അപ്പോ എന്താണ് സ്പീക്കിംഗ് എന്ന് പറയുന്ന മോഡ്യൂള് എങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്? വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ട് ആണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, പേഷ്യന്റിനോട് പേര് ചോദിക്കേണ്ടത് അല്ലെ? ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ പേര് ചോദിക്കണം, ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ പേര് ചോദിക്കേണ്ട അല്ലെ? കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് ആണ്. അപ്പൊ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കോമൺ ആയിട്ട് നമുക്ക് വരുന്ന എല്ലാ സിനാരിയോയും, അതായത് സ്പീക്കിംഗ് റോൾ പ്ലേ കാർഡിൽ വരുന്ന എല്ലാ സിനാരിയോയും 3 കോണ്ടെക്സ്റ്റിലായിരിക്കും വരിക. ഏതൊരു റോൾ പ്ലേ കാർഡ് നിങ്ങൾ എടുത്തു നോക്കിയാലും ഈ 3 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ആയിരിക്കും സ്പീക്കിംഗിന്റെ റോൾ പ്ലേ കാർഡ് വരിക. യെസ്, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. യെസ്, യെസ്, ഏതൊക്കെയാണ് 3 കാറ്റഗറി? ഏത് 3 കാറ്റഗറിയിലാണ് നിങ്ങളുടെ എല്ലാ റോൾ പ്ലേ കാർഡുകളും വരിക? യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഗുഡ് ഈവനിങ് മുരളി, സനൂപ്, യെസ്, ഹായ് സനൂപ്, മീനു മാത്യു, യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. യെസ്, Joyce Triza, yes, Luthi Bibin, yes, yes, Anisha Johnny, Jismi, Jill, hi, Divya Raj, Soumya, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ജസ്റ്റ് കമന്റ്. യെസ്, ഏതൊക്കെ ആയിരിക്കും 3 മെയിൻ ആയിട്ടുള്ള കാറ്റഗറി? എല്ലാ റോൾ പ്ലേ കാർഡുകളും ഈ 3 കാറ്റഗറിയിലായിരിക്കും വരിക. ഒന്നാമത്തെ കാറ്റഗറി എന്താണ്? ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്രൊസീജിയർ. എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ തുടക്കമാകാം, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിന്റെ ബിഗിനിങ്ങിലായിരിക്കാം. യെസ്, സോ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്രൊസീജിയർ ആണ് ഒന്നാമത്തെ കാറ്റഗറി. ആദ്യമായിട്ടുള്ള ഇന്ററാക്ഷൻ, പേഷ്യന്റുമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്രൊസീജിയർ. രണ്ടാമത്തെ കാറ്റഗറി ഇൻ ദ മിഡിൽ ഓഫ് ദ പ്രൊസീജിയർ. ഇൻ ദ മിഡിൽ ഓഫ് ദ പ്രൊസീജിയർ എവിടെയാണ് ഇൻ ദ മിഡിൽ ഓഫ് ദ പ്രൊസീജിയർ എന്ന് വരിക? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർന്നതിന് ശേഷം അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്?
in the middle of the procedure. For example, you just finished the dressing of the wound and you found that the wound is infective. കണ്ടോ, അതൊരു സിനാരിയോ ആണ്. നമ്മൾ ഒരു ഡ്രസ്സിംഗ് കഴിഞ്ഞു, പേഷ്യന്റ് സൈഡിൽ നിൽക്കുവാണ്, നമ്മൾ കാണുവാണ് ആ വൂണ്ട് ഇൻഫെക്റ്റീവ് ആണ്. നമ്മുടെ ഒന്നാമത്തെ ടാസ്ക് എന്താണ്, സബ് ടാസ്ക് എന്താണ്? എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻ ഓഫ് ദ വൂണ്ട് ടു ദ പേഷ്യന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്താണ്? ഇൻ ദ മിഡിൽ ഓഫ് ദ പ്രൊസീജിയർ ആണ്. സോ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ പേഷ്യന്റ് സൈഡിൽ നമ്മൾ വന്നിട്ട് കുറച്ച് സമയം ആയി എന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ് എവിടെ കിട്ടുക? നമ്മുടെ റോൾ പ്ലേ കാർഡിൽ കിട്ടുക. മൂന്നാമത്തെ കാറ്റഗറി അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രൊസീജിയർ. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രൊസീജിയർ, ഫോർ എക്സാമ്പിൾ എന്താണ്, ഒരു ഡിസ്ചാർജ് അഡ്വൈസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറെ നേരമായിട്ട് ഇന്ററാക്ട് ചെയ്ത ഒരു പേഷ്യന്റിന്റെ ആ ഒരു ടൈം കഴിഞ്ഞ് അതിന്റെ എൻഡിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഈ 3 കാറ്റഗറിയിലാണ് നിങ്ങൾക്കുള്ള എല്ലാ കാർഡുകളും വരിക. അപ്പൊ ഏതൊക്കെയാണ്? ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്രൊസീജിയർ, ഇൻ ദ മിഡിൽ ഓഫ് ദ പ്രൊസീജിയർ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രൊസീജിയർ. ഇനി എളുപ്പമല്ലേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ? ഇതിലെ ഏതൊക്കെ കേസുകളില് നിങ്ങൾക്ക് എന്തോ ചെയ്യണം? നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യന്റിനോട് പേര് ചോദിക്കണം. വളരെ എളുപ്പമാണ് അല്ലെ? യെസ്. അപ്പൊ അതുകൊണ്ട് ഈ 3 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന റോൾ പ്ലേ കാർഡ് എന്നത് മനസ്സിലാക്കുക. അതിനുശേഷം ഡിസൈഡ് whether to introduce yourself or not. Okay, clear? എനിക്ക് തോന്നുന്നു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നാളെ എക്സാം എഴുതാം. നോൺ കേസ് ഓർ അൺനോൺ കേസ്. വെരി ഗുഡ്, വെരി ഗുഡ്. Good evening. Yes, fine. Good evening. Yes. What all are the 3 points? ആണ് കുറേ അധികം ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. Very good, good comment. Yes, beginning, in the middle and end of the procedure. Very good, Alfie. Yes, starting, middle and last. Very good, very good. Good response. Keep going. Yes, good evening. Very good, very good. എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. Very good. Before the procedure, during and after the procedure. Very good, Reshma. Yes, who am I? Noon case. Yes, fine. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ ഒന്ന് കീപ്പ് ചെയ്യുക. അപ്പൊ ഈ 3 കാറ്റഗറിയിൽ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ്, നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അതോ വേണ്ടയോ എന്നത് ഡിസൈഡ് ചെയ്ത് പോവാ. സോ വി വിൽ കം ബാക്ക് ടു ദ ലാസ്റ്റ് മോഡ്യൂൾ, ദാറ്റ് ഇസ് റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂള്, യെസ്, LRW അല്ലെ, റീഡിംഗ്, ലിസ്ണിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂള് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ടയർഡ് ആയിരിക്കും. എസ്പെഷ്യലി മോക്ക് എക്സാംസ് എഴുതി പരിചയമില്ലാത്ത സ്റ്റുഡൻസ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ടയർഡ് ആയിരിക്കും അല്ലെ? അതെ. അപ്പൊ അതിനെപ്പറ്റി ഇനിയിപ്പോ വറി ചെയ്യണ്ട. ഒരുപാട് മാക്സിമം മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് എന്താണ് എക്സാം സിനാരിയോ എന്നത് ഫെമിലിയർ ആയിട്ട് വേണം. യൂഷ്വലി നമ്മൾ എക്സാമിന് അങ്ങനെയാണ് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റൻസീവ് ബാച്ച് എന്ന് പറയുന്ന ബാച്ചിൽ കംപ്ലീറ്റ് മോക്ക് എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സ്റ്റുഡൻസിന്റെ എക്സാം പ്രിപ്പറേഷൻ, എക്സാമിന് എങ്ങനെ മോക്ക് എഴുതി ആ എക്സാമിന്റെ ഒരു പാറ്റേണുമായിട്ട് ഫെമിലിയർ ആക്കുക എന്നതാണ് യൂഷ്വലി ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ചെയ്യാറുള്ളത്. ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ എപ്പോഴും മോക്ക് എക്സാം കോൺസെൻട്രേറ്റ് ചെയ്തു പോകണം. അതിന്റെ ഒരു കാരണം റിയൽ സിനാരിയോ എങ്ങനെയാണ് എന്നത് കൃത്യമായിട്ട് സ്റ്റുഡൻസിന് മനസ്സിലാകും. അതിന്റെ ഒപ്പം തന്നെ എന്താണ്, എങ്ങനെയാണ് ഇത്രയും ഒരു ടൈം അല്ലെ, ഒരു ഓൾമോസ്റ്റ് 2 hours plus 40 minutes, ഓൾമോസ്റ്റ് 3 hours എങ്ങനെ വിത്തൗട്ട് ടോയ്ലറ്റ് ബ്രേക്ക്, വിത്തൗട്ട് കോഫി ബ്രേക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും എന്നത് തന്നെ വലിയൊരു ചാലഞ്ച് ആണ് അല്ലെ? അതെ. അപ്പൊ അത്ര ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ നമ്മൾ അത് ട്രെയിൻ ചെയ്ത ആ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ, നോ പ്രോബ്ലം. എന്തായാലും നിങ്ങൾ നന്നായിട്ട് നാളെ എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസും ഫേസ് ചെയ്യാതെ നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. സോ അപ്പൊ നമ്മൾ നമ്മുടെ റൈറ്റിംഗിന്റെ കേസ് നോട്ട് നമ്മുടെ കയ്യിൽ കിട്ടുവാണ്. എന്താണ് റൈറ്റിംഗ് കേസ് നോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യത്തെ 5 മിനിറ്റ് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആദ്യത്തെ 5 മിനിറ്റ് യു ആർ ഗോയിങ് ടു റീഡ് ദ കേസ് നോട്ട് അല്ലെ? ഒരു കേസ് നോട്ട് വായിക്കുന്നതിന് അതിൻ്റെതായ ഓർഡർ ഉണ്ട്, ശരിയല്ലേ? അതെ, റൈറ്റിംഗ് ടാസ്ക് ആണ് നമ്മൾ ഏറ്റവും ആദ്യം വായിക്കുക. സോ ടെൽ മീ വാട്ട് ഓൾ ആർ ദ 6 questions you should remember before you are going to read a case note. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഒരു റീഫ്രഷ്മെന്റ് ആയിട്ട് ഇത് കാണാം. ഒരുപാട് സ്റ്റുഡൻസ് ഇത് കണ്ടോണ്ടായിരിക്കണേ. സോ എന്തൊക്കെ കാര്യങ്ങൾ കുറെ പേർക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. സോ കുറെ പേര് ഓർത്തെടുക്കുന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ടൊന്ന് കമന്റ് ചെയ്തേ. യെസ്, വാട്ട് ഓൾ ആർ ദ 6 questions you have to keep it in mind before you are going to read a case note. എന്തൊക്കെ ക്വസ്റ്റൻ ആണ്? യെസ്, ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, who is the reader? Who am I? Whether name is given or not. Purpose, diagnosis, non-case or unknown case to the reader. Very good, Arya. Who is the reader? Who is the reader? Princey, non-case or unknown case to the reader. Who is the reader? Writing task. Very good. Who is the reader? Who am I?
Yes, Princey. Yes, very good, very good. Yeah, name given or not? Yes. If it is given, you have to write yours sincerely. If it is not given, you have to write yours faithfully. And third question is, who am I? Purpose of the letter, diagnosis of the patient. Is it a known case or unknown case to the reader? അല്ലെ? അപ്പൊ ഈ 6 ചോദ്യങ്ങളെ മനസ്സിൽ വെച്ചോണ്ട് we are going to read the case note. So we will move on to today's case note, that is BSN. എന്താണ് BSN? ബേൺ സ്പെഷ്യലിസ്റ്റ് നഴ്സ് ആണ്. സോ ബേൺ സ്പെഷ്യലിസ്റ്റ് നഴ്സിന് എഴുതുന്ന ലെറ്റർ ആണ് we are going to see today. Okay, so നമ്മൾ ഇന്ന് കാണാൻ പോവാണ്. റൈറ്റിംഗ് ടാസ്ക് ആണ് നമ്മൾ കണ്ടതുപോലെ റൈറ്റിംഗ് ടാസ്ക് നമ്മൾ ഇവിടെ കാണാൻ പോവാണ്. റൈറ്റ് എ ലെറ്റർ ടു മിസ് ഇമാഫ് ഫ്ലനാജൻ, ബേൺ സ്പെഷ്യലിസ്റ്റിക് നഴ്സ്. Miss Smith requires further care and management. Include all relevant information. സ്മിത്ത് എന്ന് പറയുന്ന പേഷ്യന്റിന് ആവശ്യമുള്ള ഫർദർ കെയർ ആൻഡ് മാനേജ്മെന്റിനെ പറ്റി നമ്മൾ ഇമാ ഫ്ലനാജന് എഴുതുവാണ്. ഇമാ ഫ്ലനാജൻ ആരാണ്? ബേൺ സ്പെഷ്യലിസ്റ്റ് നഴ്സ് ആണ്. സോ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ റീഡർ? Burn specialist nurse is the reader. Second question, whether the reader's name is given or not. Yes, it is given, so you have to write yours sincerely at the end of the letter. Ano? Ade. And the third question, who am I? Njan arana? This nammal kaanan pone ullu. Then purpose of the letter, diagnosis of the patient. Is it a known case or unknown case to the reader? 4 question de answer nu vendi we are moving to the we are moving to the case note. Yes, assume that today's date it is 21 July. ഇന്നത്തെ ഡേറ്റ് 21 July ആണ്. Mrs. Aileen Smith, a 34-year-old, is a patient in the surgical ward of which you are the charge nurse. So നമ്മൾ ആരാണ്? Third question. എന്തായിരുന്നു third question? Who am I? ഞാൻ ആരാണ്? Yes, ഞാൻ ആരാണ്? ചാർജ് നഴ്സ് ആണ്. വെരി ഗുഡ്. യെസ്, ഞാൻ ചാർജ് നഴ്സ് ആണ്. ഹോസ്പിറ്റൽ നെയിം ഇവിടെ തന്നിട്ടുണ്ട്. Willington Public Hospital, 41 Main Street, Willington. Patient details, Aileen Smith, Mrs. Aileen Smith ആണ്. Marital status married ആണ്. Overseas engineer ആണ്. Married ആണ്. 3 children ഉണ്ട്. എന്താണ്? Less than 10 year ആണ്. ആരുടെ? 3 പിള്ളേരുടെയും ഏജ് എന്ന് തന്നിട്ടുണ്ട്. റെസിഡൻസ് സ്ട്രീറ്റ് തന്നിട്ടുണ്ട് 131. Yes, Actua Street, Grenada Village, Willington. സിപ്പ് കോഡ് തന്നിട്ടുണ്ട്. ന്യൂസിലാൻഡ് ആണ്. നെക്സ്റ്റ് ഓഫ് കിൻ ഹെലൻ ആണ്, സിസ്റ്റർ ഇൻ ലോ. അഡ്മിഷൻ ഡേറ്റ് 4th July ആണ്. ഡിസ്ചാർജ് ഡേറ്റ് 21 July ആണ്. ഓൾമോസ്റ്റ് ഒരു 17 days ആണ് നമ്മളും ഈ പേഷ്യന്റും തമ്മിലുള്ള ബന്ധം. 17 days ആണ് നമ്മളും ഈ പേഷ്യന്റും തമ്മിലുള്ള ബന്ധം. യെസ്, ഡയഗ്നോസിസ് എന്താണ്? 3rd degree burn ആണ്. വാട്ട് ഈസ് ദ ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ്? സോ വാട്ട് ഈസ് ദ 4th question? ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ്. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ? ഡയഗ്നോസിസ് ആണ്. എന്താണ് പേഷ്യന്റ് ഡയഗ്നോസിസ്? 4th degree burn ആണ്. 4th degree burn ആണ്. പേഷ്യന്റ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി? പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ്. ബ്ലഡ് ഷുഗർ ലെവൽ 10.3 ആണ്. ജസ്റ്റേഷണൽ DM ഉണ്ടായിരുന്നു എന്ന് കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഡയഗ്നോസിസ് നമ്മൾ കണ്ടു. യെസ്, ഡയഗ്നോസിസ് നമ്മൾ ഇവിടെ കണ്ടു അല്ലെ? യെസ്, തൊട്ട് താഴെ എന്താ പറഞ്ഞിരിക്കുന്നത്? അലർജിക് ടു ഡൈക്ലോഫിനാക്. ഇസ് ഇറ്റ് എ റെലവന്റ് ഓർ ഇറെലവന്റ് ഇൻഫർമേഷൻ? ജസ്റ്റ് comment. Yes, patient is allergic to diclofenac. Is it relevant or irrelevant information? Just comment. 3rd degree ആണ്. 3rd degree of burn ആണ്. 3rd degree burn ആണ്. ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ചാർജ് നഴ്സ് ആണ്. Who am I? ചാർജ് നഴ്സ്. Yes, good. 3rd degree burn ആണ്. Yes, patient is allergic to diclofenac എന്ന് പറഞ്ഞിട്ടുണ്ട്. Yes, important ആണോ ഒന്ന് പറയാമോ? Yes, patient is allergic to diclofenac. Important ആണോ? Yes, yes, yes. Relevant ആണ്. Relevant ആണ്. This is really good. Really good. Yes, yes, yes. Relevant ആണ് എന്ന് പറയുന്നുണ്ട്. Yes. Very good, Neethu. Yes. Yes. ഇവിടെ key information should be highlighted എന്ന് പറയുന്ന 4ാമത്തെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിലുള്ള ഒരു സബ് പോയിന്റ് ഉണ്ട് അല്ലെ? കീ ഇൻഫർമേഷൻ ഷുഡ് ബി ഹൈലൈറ്റഡ്. ഇവിടെ അലർജിക് ടു ഡൈക്ലോഫിനാക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കീ ഇൻഫർമേഷൻ ആണോ അല്ലയോ എന്നത് നമുക്ക് കാണാം. നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് ആർക്കാണ്? ബേൺ സ്പെഷ്യലിസ്റ്റിക് നഴ്സിനാണ്. എന്തിനാണ് എഴുതുന്നത് എന്നത് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് റെലവെന്റ് ഇൻഫർമേഷൻ ആണ് എന്നതിൽ ഡൗട്ട് ഇല്ല. കീ ഇൻഫർമേഷൻ ആണോ എന്നതിലാണ് നമുക്ക് ഡൗട്ട് വരാൻ പോകുന്നത് അല്ലെ? യെസ്, ഗുഡ്. ഇനി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് പേഷ്യന്റ് വ്ളോഗർ ആണ്.
Instagram financially independent ആണ്. That is really important. Financial independence is also important. എന്തുകൊണ്ടാണ് എന്നത് നമുക്ക് കാണാം. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് presented to the facility 2 hours post burns to the face, neck, trunk and arms after a cooking fire in a temporary camp while vlogging. Vlog ചെയ്യുന്ന സമയത്ത് എന്തോ സംഭവിച്ചു, ഉണ്ടായ ആക്സിഡന്റ് ആണ്. That is the burn. ഇനി Mrs. Aylin was breathing spontaneously, showed signs of superficial burn around the nose and mouth, which may be indicative of toxic smoke ആണ്, inhalation, and suggest a need of oxygen therapy. Required escharotomy. Yes, escharotomy എന്താണ്? To the chest and upper arms എന്ന് പറഞ്ഞിട്ടുണ്ട്. Yes. എന്താണ് escharotomy? എന്താണ്? ഒന്ന് കമന്റ് ചെയ്യാമോ? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാമോ? What is escharotomy? എന്താണ് escharotomy? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാമോ? വെരി ഗുഡ്. യെസ്. അപ്പൊ പേഷ്യന്റിന്റെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പേഷ്യന്റ് ബേൺ ആയിട്ട് അഡ്മിറ്റഡ് ആയ പേഷ്യന്റ് ആണ്. 17 ഡേയ്സിന് മുന്നേ നമ്മുടെ അടുത്ത് ബേൺ ആയിട്ട് അഡ്മിറ്റഡ് ആയ പേഷ്യന്റ് ആണ്. ഫേസ്, നെക്ക്, ട്രങ്ക് ആൻഡ് ആംസിലാണ് 3rd degree ബേൺ വന്നിരിക്കുന്നത്. പേഷ്യന്റ് വ്ളോഗർ ആണ്. പേഷ്യന്റ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് സൂപ്പർഫിഷ്യൽ ബേൺ ആണ്. എന്താ സംഭവിച്ചത്? ടെമ്പററി ക്യാമ്പിൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് കുക്കിംഗ് ഫയർ ആണ് അല്ലെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഫയർ ആയിരുന്നു അവിടെ വന്നിരുന്നത്. അപ്പൊ ഇവിടെ ടോക്സിക് സ്മോക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഹലേഷൻ, ടോക്സിക് സ്മോക്കിന്റെ ഇൻഹലേഷൻ എന്തോ ചെയ്യുന്നുണ്ട്, സസ്പെക്ട് ചെയ്യുന്നുണ്ട്. നീഡ് ഓക്സിജൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. എസ്കറോട്ടമി ചെയ്തിട്ടുണ്ട്. എന്താണ് എസ്കറോട്ടമി എന്ന് കമന്റ് ചെയ്യാമോ? റിമൂവൽ ഓഫ് ദ necrotic tissue. Very good Jijo John. And escharotomy is an emergency surgical procedure involving incision through the areas of the burnt skin to release the eschar and its constructive effect ആണ്. Restore distal circulation and allow adequate ventilation. Very good Jijo. എന്തിനു വേണ്ടിയിട്ടാണ് എസ്കറോട്ടമി ചെയ്യുന്നത്? അവിടെ ബേൺഡ് സ്കിന്നിനെ റിലീസ് ചെയ്തിട്ട് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ആഡിക്വേറ്റ് വെന്റിലേഷൻ കിട്ടാനും ഒക്കെ വേണ്ടി ചെയ്യുന്ന ഒരു എമർജൻസി സർജിക്കൽ പ്രൊസീജിയർ ഇൻ ബേൺസ് പേഷ്യന്റ് ആണ് എന്ത്? എസ്കറോട്ടമി എന്ന് പറയുന്നത്. വെരി ഗുഡ്. Okay, so initial assessment il endokka കാര്യങ്ങൾ കണ്ടു. Patient is not hemorrhaging from anywhere. That is an important point. Then ഇനീഷ്യൽ അസസ്മെന്റ് ആണ് പറയുന്നത്. പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നപ്പോഴുള്ള കാര്യമാണ്. സോ ദാറ്റ് ഇസ് റെലവെന്റ് ഓർ ഇറലവെന്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ റീഡറിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് ഇറലവെന്റ് ആണ്. ഇനി പൾസ് എന്താണ്? ഇനിഷ്യൽ അസസ്മെന്റിന്റെ സമയത്ത് പൾസ് 110 ആയിരുന്നു. BP 100/70 ആണ്. റെസ്പിറേറ്ററി റേറ്റ് 20 ആണ്. ബ്രീത്തിങ് ഈസ് എ ലിറ്റിൽ ഷാലോ അല്ലെ, കുറച്ചൊരു ഷാലോ ബ്രീത്തിങ് ആയിരുന്നു പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിഡൻസ് ഓഫ് ബേൺ ടു ഹെർ ചെസ്റ്റ് ആൻഡ് അപ്പർ ബാക്കിലും ചെസ്റ്റിലും എവിഡൻസ് ഓഫ് ബേൺ ഉണ്ടായിരുന്നു. ബേൺ അപ്പ് ഈസ് ഡീപ്, ലൈക്ലി ടു ബി ഡീഹൈഡ്രേറ്റഡ് ബട്ട് നോട്ട് ഇൻ ഷോക്ക്. ഷോക്കിലൊന്നും ആയിരുന്നില്ല പേഷ്യന്റ്. ഹാൻഡ്സ് ആർ കോൾഡ് വിത്ത് പുവർ കാപ്പിലറി റിട്ടേൺ ഇൻ ഫിംഗർ. പുവർ കാപ്പിലറി റിട്ടേൺ ആയിരുന്നു. ബേൺസ് ഓൺ ദ അപ്പർ ആം ആർ ഡീപ് ആൻഡ് എന്താണ് സർക്കംഫറൻഷ്യൽ. ദെൻ പിന്നെന്താ പറഞ്ഞ ടേം ടു ഇൻസെർട്ട് കാനുല ആൻഡ് സ്റ്റാർട്ട് ഫ്ലൂയിഡ് തെറാപ്പി ആൻഡ് ക്യാരി ഔട്ട് എസ്കറോട്ടമി ടു ബോത്ത് ആംസ് ആൻഡ് ചെസ്റ്റ്. ബോത്ത് ആംസ് ആൻഡ് ചെസ്റ്റിലാണ് എന്തോ തുടങ്ങി ചെയ്തത്? എസ്കറോട്ടമി ചെയ്തത്. ഇനി മിസ്സിസ് സ്മിത്ത് ഇസ് കോൺഷ്യസ് ആൻഡ് ടോക്കിംഗ് വെൻ സ്പോക്കൺ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സംസാരിക്കുന്ന സമയത്ത് കോൺഷ്യസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പേഷ്യന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വി ഓൺ ദ AVPU scale. എന്താണ് AVPU scale എന്ന് പറഞ്ഞാൽ? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാമോ? ദാറ്റ് ഇസ് എ ന്യൂ ടേം. AVPU scale എന്താണ്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാമോ? യെസ്, നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ ഓരോ റൈറ്റിംഗ് ഡിപിക്ഷനിലും കണ്ടുപോകുന്നുണ്ട്. നിങ്ങളെ ഈ പറയുന്ന ടേംസുമായിട്ട് ഫെമിലിയർ ആക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കേസ് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. AVPU എന്താണ്? AVPU അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാമോ? യെസ്. Farida Banu to release the eschar and its constructive effect and restore the circulation. Very good. Establish the circulation. Alert, voice, pain stimuli, unconscious. Yes, Shanmugha Priya. Very good. Excellent response. Yes, അതായത് പേഷ്യന്റിന്റെ റെസ്പോൺസ് അസസ്മെന്റ് സ്കെയിൽ ആണ് എന്ത്? AVPU. A എന്ന് പറഞ്ഞാൽ അലേർട്ട് ആണ്, V എന്ന് പറഞ്ഞാൽ വോയിസ് ആണ്, P എന്ന് പറഞ്ഞാൽ പെയിൻ സ്റ്റിമുലസ് ആണ്, ആൻഡ് U അൺകോൺഷ്യസ്. അപ്പൊ 4 കാറ്റഗറിയിലായിട്ട് പേഷ്യന്റിന്റെ പെയിൻ റെസ്പോൺസ് പേഷ്യന്റിന്റെ റെസ്പോൺസ് അസസ് ചെയ്യുന്ന ടൂൾ ആണ് അല്ലെങ്കിൽ സ്കെയിൽ ആണ് എന്ത്? AVPU അല്ലെ. യെസ്, വെരി ഗുഡ്. പെയിൻഫുൾ സ്റ്റിമുലേ, അലേർട്ട്, വെർബൽ, പെയിൻ കോൺഷ്യസ്. അനു, വെരി ഗുഡ്. അലേർട്ട്, വെർബൽ, പെയിൻഫുൾ കോൺഷ്യസ്. വെരി ഗുഡ്. പ്രിയ, ബീന, യെസ്. വിനീത, റെസ്പോൺസീവ്നെസ്. വരീദ ബാനു, വെരി ഗുഡ്. ഗുഡ് റെസ്പോൺസ്. വെരി ഗുഡ്. Again, നാളെ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഇതിൽ എന്തെങ്കിലും വേർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അബ്രീവിയേഷൻസ് നിങ്ങൾ ഫെമിലിയർ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തോ പറഞ്ഞിട്ടുണ്ട്?
വോയിസിലാണ് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. നമ്മുടെ റീഡറിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. എക്സാമിനേഷൻ ഓഫ് ഹർ പ്യൂപ്പിൾ ആർ ഈക്വൽ ആൻഡ് റെസ്പോൺസീവ് ടു ലൈറ്റ്. വെരി ഗുഡ്. There appears to be no neurological concerns. Patient able to sit independently. Very good. അപ്പൊ ഈ പറയുന്ന പ്രോഗ്രസ് എന്താണ്? That is the capacity or the current level of the patient ആണ്. That is really important to the റീഡർ ആണ്. ഓക്കെ, ഇനിഷ്യൽ അസസ്മെന്റിൽ നമ്മൾ കണ്ടതാണ്. ബട്ട് സ്റ്റിൽ പേഷ്യന്റ് ആ ഒരു രീതിയിലാണ് പോണത്. പേഷ്യന്റ് ഈ കാര്യങ്ങൾ നോർമൽ ആണ് എന്നത് എന്ത് ഇമ്പോർട്ടന്റ് ആണ്? റീഡറിന് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഒരു ഡേറ്റ് ഫസ്റ്റ് തന്നേക്കുവാണ് 5/7. പേഷ്യന്റ് എന്നാണ് അഡ്മിറ്റഡ് ആയത്? പേഷ്യന്റ് അഡ്മിറ്റഡ് ഡേറ്റ് 4 ആണ്. ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ എന്തോ സംഭവിച്ചു, ട്രാൻസ്ഫർ ടു ദ സർജിക്കൽ വാർഡ് ആണ്. പ്രോപ്ഡ് പൊസിഷൻ ഡ്യൂ ടു ഇൻഹലേഷൻ ഓഫ് ദ ഇൻഹലേഷൻ ഇഞ്ചുറി റിസ്ക് ആണ്. ആൻഡ് ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് ഇഫ് റിക്വയർഡ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ തെറാപ്പി, ഫ്ലൂയിഡ് തെറാപ്പി, നോർമൽ സലൻ 500 mg QID എവറി 6th hourly എന്തോ ചെയ്യുന്നുണ്ട്? 500 ml ഫ്ലൂയിഡ് തെറാപ്പി റീപ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ട്. ആന്റിബയോട്ടിക് തെറാപ്പി വിത്ത് സെഫാസോളിൻ, സെഫാലസൈൻ 1 gram TDS 3 twice daily എന്തോ പോകുന്നുണ്ട്. ആന്റിബയോട്ടിക് തെറാപ്പി പോകുന്നുണ്ട്. ഓക്സിനോം 5 mg 5 ml QID PR. പിന്നെ സോൾപ്പഡൈൻ 30 mg TDS ആൻഡ് ഓൾസോ ഡ്രസ്സിംഗ് ഡെയിലി വിത്ത് AMD ആൻഡ് എന്താണ് ഗോസ് ബാൻഡേജ് എന്ന് പറഞ്ഞേക്കാണ്. എന്താണ് AMD അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. യെസ്, വാട്ട് ഈസ് AMD? യെസ്, വാട്ട് ഈസ് AMD ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ് 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 4 ആണ്. യെസ്, വെരി ഗുഡ് ഷൺമുഖ. സ്കോർ വെർബൽ 4 ആണ്. 4/7 ആണ്. എക്സാക്ട്ലി, എക്സലന്റ്. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രസ്സിംഗ് ഡെയിലി വിത്ത് AMD എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് AMD? AMD എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്യാമോ? യെസ്, പ്ലീസ് കമന്റ്. യെസ്, AMD എന്താണ്? യെസ് യെസ്, പേർപ്പസ്. റീന, യെസ്, റീന തോമസ്, പേർപ്പസ് എന്താണ്? AMD എന്താണ് ഒന്ന് കമന്റ് ചെയ്യാമോ? ആന്റി മൈക്രോബിയൽ ഡ്രസ്സിംഗ്. വെരി ഗുഡ് നീതു സുരേന്ദ്രൻ. യെസ്, ആന്റി മൈക്രോബിയൽ ഡ്രസ്സിംഗ് വിത്ത് ഗോസ് ബാൻഡേജ് ആണ് പേഷ്യന്റിന് കൊടുക്കുന്ന ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ അഗൈൻ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് അബ്രിവിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ. യെസ്, പിറ്റേ ദിവസത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എലിവേറ്റ് ഹർ ആം ജെന്റ്ലി ആൻഡ് കീപ് ദം അബ്ഡക്റ്റഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് അറ്റ് റെസ്റ്റ് as safely as appropriate. Keep monitoring fingers to check on her circulation. Teach ROM and stretching, avoiding overstretch exercise. Yes, antimicrobial dressing, antimicrobial dressing. Very good, very good, very good. Yes, antimicrobial dressing ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Address and advice on mobilization. അപ്പൊ പേഷ്യന്റിനെ മൊബിലൈസ് ചെയ്യാനും പേഷ്യന്റിന് ആവശ്യമുള്ള എക്സസൈസിന്റെ പാറ്റേണും എല്ലാം പ്രൊവൈഡ് ചെയ്തു 2 ദിവസം കഴിഞ്ഞപ്പം. Ensure patient is feeding with her own participation as safely able and monitor pain levels. ഇതെല്ലാം ചെക്ക് ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് പേഷ്യന്റ് ഇരിക്കുവാണ്. 19/7 എന്ത് സംഭവിച്ചു? ഹീൽഡ് വൂണ്ട് ആണ് അല്ലെ? യെസ്, ഹീൽഡ് വൂണ്ട് ആണ്. അതായത് 2 ദിവസം മുമ്പ് എന്തോ സംഭവിച്ചു? വൂണ്ട് ഹീൽഡ് ആയിട്ടുണ്ട്. ആന്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റഡ് ആണ്. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ടു ദ റീഡർ. വൂണ്ട് ഹീൽഡ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ടു ദ റീഡർ. വറീഡ് അബൌട്ട് സ്കിൻ. ദാറ്റ് ഈസ് ഓൾസോ ദ most important information. Counseling session important ആണ്. Referral to burn specialist clinic ആണ് for skin graft education. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ പേഷ്യന്റിനെ വിടുന്നത്? സ്കിൻ ഗ്രാഫ്റ്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേഷ്യന്റിനെ വിടുന്നത്. സ്കിൻ ഗ്രാഫ്റ്റ് എഡ്യൂക്കേഷൻ that is really important. Then educate the importance of hydration, that is important. Explain the procedure including risk, that is important. Complications such as continuous pain, numbness, fever, discoloration, redness, swelling and a breakdown of the tissue. These all are the expected complications അല്ലേ? അതെ, അപ്പൊ സ്കിൻ ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം എക്സ്പെക്ടഡ് കോംപ്ലിക്കേഷൻ ആണ് എന്നുള്ള കാര്യം ദാറ്റ് ഈസ് ഓൾസോ റിയലി ഇമ്പോർട്ടന്റ്. ഇനി റെഫറൻസ് ടു ദ കോസ്മെറ്റോളജിസ്റ്റ് ഫോർ സർജറി അപ്പോയിന്റ്മെന്റ്. പേഷ്യന്റ് ഒരു വ്ളോഗർ ആണെന്ന് നമ്മൾ കണ്ടു. പേഷ്യന്റിന് കോസ്മെറ്റോളജിസ്റ്റിന് ഒരു അപ്പോയിന്റ്മെന്റ് റെഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോർ ദ സർജറി അപ്പോയിന്റ്മെന്റ്. അപ്പൊ നമ്മൾ ഈ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓൾസോ ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ആണ് അല്ലെ? അതെ, യെസ്, റെഫറൻസ് ടു ദ കോസ്മെറ്റോളജിസ്റ്റ് ഫോർ ദ സർജറി അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ് ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഇമോഷണൽ സപ്പോർട്ട് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബേൺ സ്പെഷ്യലിസ്റ്റ് നഴ്സിന് നമ്മൾ എഴുതുന്നത്. സ്കിൻ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേഷ്യന്റിനെ ബേൺ. അപ്പം സ്കിൻ ഗ്രാഫ്റ്റിംഗ് എഡ്യൂക്കേഷൻ. എന്താണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ്? എന്തുകൊണ്ടാണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്? അതുപോലെ തന്നെ കോസ്മെറ്റോളജിസ്റ്റിന്റെ സർജറി അപ്പോയിന്റ്മെന്റുമായിട്ടുള്ള റെഫറൻസ് ടു ദ കോസ്മെറ്റോളജിസ്റ്റ് ഫോർ സർജറി അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെ എന്താണ്? ദാറ്റ് ഇസ് എ സെമി റെലവന്റ് ഡേറ്റ. എന്തുകൊണ്ടാണ്? കോസ്മെറ്റോളജിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് വി ക്യാൻ ഓൾസോ ഡു ദാറ്റ്,
ബട്ട് എന്താണ് നമ്മുടെ ബേൺ നഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ബേൺ സ്പെഷ്യലിസ്റ്റിക് നഴ്സിന് എന്ത് ഹി ക്യാൻ ആക്ട് എസ് എ ലൈസൺ അല്ലെ. യെസ്, അപ്പൊ ആ ഒരു റോളിൽ കൂടെ അതിനകത്ത് വരുന്നത് കൊണ്ട് ദാറ്റ് ഇസ് എ സെമി റെലവെന്റ് ഡേറ്റ. യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് വൺ ഓൾസോ. പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ് ഓൾസോ ഷുഡ് ബി ഡൺ. എന്തുകൊണ്ടാണ്? ബേൺ സ്പെഷ്യലിസ്റ്റിക് നഴ്സ് ആണ് എന്ത് ചെയ്യാനായിട്ട് പോണത്? ഈ അസസ്മെന്റ് കാര്യങ്ങൾ ചെയ്തിട്ട് ഈ പേഷ്യന്റ് സ്കിൻ ഗ്രാഫ്റ്റിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അതിന്റെ കോംപ്ലിക്കേഷനും അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പേഷ്യന്റിനെ ഓറിയന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, ഈ പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കേസ് നോട്ട് ആണ് അല്ലെ. യെസ്, yes femin antimicrobial dressing. Hi femin, yes Sujana Shinu, yes antimicrobial dressing. Fibanesh Priti Matthew, yes good evening Jimol, yes good evening Aishwarya, good evening. Yes, appo ivide nammal kandu this is the letter. So what is the next plan? You are going to frame your letter alle. യെസ്, നമ്മളൊരു സ്കെൽറ്റൺ ഉണ്ടാക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യാനായിട്ട് പോകുന്നു. സോ നമ്മളൊരു ലെറ്റർ ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എവിടെയാ ഇപ്പൊ നിൽക്കുന്നത്? യു ആർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് 5 minutes ആണ്. സോ നമ്മുടെ 6 ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു. സോ അതിന്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടി. സോ ഇനി എന്താണ്? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? യു ആർ ഗോയിങ് ടു മേക്ക് ദ സ്കെൽറ്റൺ ഓഫ് ദ ലെറ്റർ. നമ്മൾ സ്കെൽറ്റൺ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഈ സ്കെൽറ്റൺ ഉണ്ടാക്കുന്നതിന് മുമ്പ് യു ഷുഡ് നോ ദ അപ്ഡേറ്റഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഓഫ് റൈറ്റിംഗ്. റൈറ്റിംഗിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ക്രൈറ്റീരിയ അറിഞ്ഞിരിക്കണം. അഗൈൻ യെസ്, ഇവാലുവേഷൻ ക്രൈറ്റീരിയ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്തേ. യെസ്, നാളെ എക്സാം എഴുതാൻ പോണ ഒരുപാട് സ്റ്റുഡൻസ് ലൈവ് കാണുന്നുണ്ട്. ചിലപ്പോൾ അവർ മറന്നിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അല്ലെ അതൊരു റീഫ്രഷ്മെന്റ് ആവട്ടെ. സോ ആർക്കൊക്കെ അറിയാവോ ഒന്ന് കമന്റ് ചെയ്തേ. Yes, what all are the updated evaluation criteria of writing? Yes. ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, സ്കെൽറ്റൺ ഉണ്ടാക്കാൻ പോവാണ്. ഗുഡ് ഈവനിങ്. പർപ്പസ്, യെസ് സുജിത. പർപ്പസ്, കോണ്ടന്റ്, കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി, Gondry and style, organizational layout, language. Very good. Demya, Anup, Julie, purpose, Sonia, yes, Amala, yes, skeleton plan, Princey, yes, Princey Prijal, purpose, content, conciseness and clarity, Gondry and style, organizational layout, language. Very good. Yes, content, yes, purpose, content, conciseness and clarity. Very good. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവരും വെൽ ഓറിയന്റഡ് ആണ്. ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഏതൊരുക്കത്തിൽ ചോദിച്ചാലും അറിയാം അല്ലെ. യെസ്, അതാണ് അതിന്റെ കാര്യം അല്ലെ. യെസ്, എല്ലാ ദിവസവും ക്ലാസ്സിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്രൈറ്റീരിയയില് ഫെമിലിയർ ആണ്. വെരി ഗുഡ്. കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി, കോണ്ടന്റ്, Gondry and style, conciseness and clarity. Yes, and Mugapriya, yes, purpose, content, conciseness and clarity, Gondry and style, organization and layout, language. Yes, Princey, very good. Yes, happy to see you all. Yes, എല്ലാവർക്കും വളരെ ഓറിയന്റഡ് ആണ്. ഒരുപാട് സന്തോഷം. യെസ്, അപ്പൊ നാളെ എക്സാം എഴുതാൻ പോകുന്ന ആർക്കെങ്കിലും ഇവാലുവേഷൻ ക്രൈറ്റീരിയയില് മറന്നതാണെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് പോവാട്ടോ. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഓൾ ദീസ് ക്രൈറ്റീരിയ. ഈ എല്ലാ ക്രൈറ്റീരിയയുടെ ഇംപ്ലിമെന്റേഷൻ ഫോക്കസ് ചെയ്ത് പോവാ ആണോ? യെസ്, നമ്മൾ അത് ഫോക്കസ് ചെയ്ത് ലെറ്റർ ഫ്രെയിം ചെയ്യാ. That is the exact time. You can take 5 more minutes extra to frame the letter. Make a skeleton. Yes. So once you have finished the skeleton, that is the time you are going to implement the ലെറ്റർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്കെൽറ്റൺ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമാണ്. ഇമ്മീഡിയറ്റ്ലി വായിച്ചിട്ട് നേരെ ജമ്പ് ചെയ്ത് എഴുതാനായിട്ട് പോവരുത്. എന്ത് പറ്റും, കുറച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ എവിടെയും സ്റ്റക്കായി പോവാനുള്ള സാധ്യതയുണ്ട്. സോ യു ഹാവ് ടു മേക്ക് ദ സ്കെൽറ്റൺ, ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം യു ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദ ലെറ്റർ. ആണോ? വെരി ഗുഡ്. അപ്പൊ നമ്മൾ ലെറ്റർ എഴുതാനായിട്ട് പോവാണ്. യെസ്, ആരൊക്കെയാണ് ഇന്ന് ഈ പറയുന്ന റൈറ്റിംഗ് ഡിപിക്ഷൻ പേർപ്പസ് എഴുതിയിട്ട് വന്നവർ ആരൊക്കെയുണ്ട്? യെസ്, ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഞാൻ ഇന്ന് പേർപ്പസ് എഴുതി റെഡി ആയിട്ടാ വന്നേ. ഈ കേസ് നോട്ട് റൈറ്റിംഗ് ഡിപിക്ഷൻ വരുന്നതിന് മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് പ്രിപ്പയർ ചെയ്ത് സ്കെൽറ്റൺ ഉണ്ടാക്കി വന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ളവര് നിങ്ങളുടെ പേർപ്പസ് ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, എത്ര പേരുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ലിൻഡ, യെസ്. എത്ര പേര് പേർപ്പസ് എഴുതിയിട്ട് വന്നിട്ടുണ്ട്? എല്ലാ പ്രാവശ്യവും റൈറ്റിംഗ് ഡിപിക്ഷൻ കഴിയുമ്പോൾ ഒരുപാട് പേര് പേർപ്പസ് അയച്ചു തരാറുണ്ട്. ലെറ്റർ കംപ്ലീറ്റ് ആയിട്ട് എഴുതി ടെലഗ്രാമിൽ അയച്ചു തരാറുണ്ട്. ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇടുന്ന ഒരു എഫേർട്ട് അല്ലെ. യെസ്, ഒത്തിരി സന്തോഷം. ഒരുപാട് പേര് അയച്ചു തരാറുണ്ട്. ഒരു ലെറ്റർ, പുതുതായിട്ട് ഒരു ലെറ്റർ കാണുമ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ സ്കെൽറ്റൺ ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു എഫേർട്ട് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. സോ ഇന്ന് പേർപ്പസ് എഴുതി
ഈ ഒരു റൈറ്റിംഗ് ഡിപിക്ഷനിലോട്ട് വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാനാണ്. ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, purpose. യെസ്, 10 കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. യെസ്, ഗുഡ്. യെസ് മാം, കോണ്ടന്റ്, പേർപ്പസ് എല്ലാം കുറെ അധികം പേര് പറഞ്ഞിട്ടുണ്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ ആ പേർപ്പസ് ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? സോ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ ലെറ്റർ? എന്താണ് ഈ ലെറ്ററിന്റെ പേർപ്പസ്? അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതിയ എത്ര പേരുണ്ട്? ഇന്ന് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതി റൈറ്റിംഗ് ഡിപിക്ഷൻ കാണുന്ന എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഓക്കെ, കുറെ പേര് എഴുതിയിട്ടുണ്ട്. യെസ്, മഞ്ജു വി എം, ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് എയ്ലിൻ സ്മിത്ത് who requires skin graft education and further care achiever service. She is recovering from 3rd degree burn. She is scheduled to be discharged today. Very good. Yes, very good, Manju. Yes, good. Thank you for seeing Miss Eileen, who requires your further care and management of her 3rd degree burns. Okay, so what to do എന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And why to do? Shanmuga, just add why. Yes, seeing Miss Eileen, who requires further care and management of her 3rd degree burn. Okay, one sentence you completed both question. Okay, very good. This is also fine. Nimisha Philip, good. Yes. So, purpose എഴുതിയവരൊന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഇപ്പൊ ചിലർ ഇപ്പൊ എഴുതുന്നുണ്ടെന്ന് തോന്നുന്നു. വെരി ഗുഡ്. എനിവേ, കമന്റ് ചെയ്യാട്ടോ. യെസ്, purpose, content, conciseness and clarity, boundary and style, organization and layout, language. Yes, good. Thank you for seeing also. Yes, Shanmuga Priya. Yes, ഒത്തിരി പേര് ഇപ്പൊ എഴുതി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, ഒരുപാട് സന്തോഷം. സോ അപ്പൊ നമ്മൾ പേർപ്പസിൽ രണ്ട് കാര്യങ്ങൾ യു ഹാവ് ടു കവർ, വാട്ട് ടു ഡു ആൻഡ് വൈ ടു ഡു. ആ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തി തന്നെ പോവാ. ആൻഡ് പേർപ്പസ് ഷുഡ് ബി അപ്പാരന്റ്ലി ക്ലിയർ ടു ദ റീഡർ ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി explained. Okay, so yes, I am writing to refer Miss Eileen Smith, who requires skin graft education and further management at your facility. She is recovering from 3rd degree burn and is scheduled to be discharged. Yes, Principal Rachel, very good. Yes, I am writing to refer Miss Eileen Smith, who requires skin graft education and further care at your facility. Yes, Parida, you have to add one more point. Why? Yes, I am writing to refer Miss Eileen Smith, okay, who requires further care and management from your service. She has 3rd degree burn. She is being discharged today from yes. അപ്പൊ റെഫറൽ ടു സ്കിൻ എന്താണ് സ്പെഷ്യലിസ്റ്റിക് ക്ലിനിക്കിലോട്ടാണ് വിടുന്നത്. സോ ഇറ്റ് ഷുഡ് ബി അറ്റ് യുവർ ഫെസിലിറ്റി കേട്ടോ. അറ്റ് യുവർ ഫെസിലിറ്റി ആണ്. യെസ്, റെഫർ ടു ബേൺ സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കിലോട്ടാണ് വിടുന്നത്. സോ അറ്റ് യുവർ ഫെസിലിറ്റി ആണ് വരിക. വെരി ഗുഡ്. യെസ് ലിയ, വെരി ഗുഡ്. ഷീ ഈസ് ബീങ് ഡിസ്ചാർജ് ടുഡേ. ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. യെസ്, ഒരുപാട് സന്തോഷം. യെസ്, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതി പോവാ അല്ലെ. യെസ്, അപ്പൊ സ്കിൻ ഗ്രാഫ്റ്റ് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് യു ഹാവ് ടു ഡെവലപ്പ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് പാരഗ്രാഫിൽ വരിക? ഫസ്റ്റ് പാരഗ്രാഫിൽ പേഷ്യന്റിന്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ആൻഡ് പേഷ്യന്റ് എന്താണ് പേഷ്യന്റ് സ്റ്റേജ് എന്നുള്ളത് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കാം. ആൻഡ് ദ കറന്റ് പ്രോഗ്രസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ second paragraph. And the third paragraph you can write regarding the social history. എന്തുകൊണ്ടാണ് social history important ആയത്? സ്കിൻ ഗ്രാഫ്റ്റിംഗ് പോലെയുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അറിയണം. സോ പേഷ്യന്റ് ഇൻഡിപെൻഡന്റ് ആണ് എന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പേഷ്യന്റിന്റെ കറന്റ് സ്റ്റേറ്റസ് എഴുതുന്ന കൂട്ടത്തിൽ യു ക്യാൻ ഹൈലൈറ്റ് വൺ മോർ തിങ്. എന്താണ്? പേഷ്യന്റ് ഈസ് അലർജിക് ടു ഡൈക്ലോഫിനാക്. എന്തുകൊണ്ടാണ്? പിവറ്റൽ ടു നോട്ട് ദാറ്റ്. എന്തുകൊണ്ടാണ് ഡൈക്ലോഫിനാക് അലർജിക് ആണ് എന്നത് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഈ പേഷ്യന്റ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർക്ക് വിടുന്നത്? ബേൺ സ്പെഷ്യലിസ്റ്റിക് നഴ്സിന് വിടുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് ഇസ് അലർജിക് ടു ഡൈക്ലോഫിനാക് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഇൻഫർമേഷൻ തന്നെയാണ്, വിച്ച് നീഡ്സ് ടു ബി ഹൈലൈറ്റഡ് ഇൻ യുവർ ലെറ്റർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യു ക്യാൻ കൺക്ലൂഡ് വിത്ത് ദ ഫർദർ റെക്കമെൻഡേഷൻ. സോ ഇതാണ് ഈ ലെറ്ററിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ലെറ്റർ ആയിരുന്നു. നമ്മൾ ഫെമിലിയർ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒരുപാട് പേർക്ക് അറിയായിരുന്നു, ഒരുപാട് പേര് കമന്റ് ചെയ്തു. വെരി ഗുഡ്. ആർക്കെങ്കിലും ഒക്കെ ഈ ഷോർട്ട് ഫോമുകൾ അബ്രിവിയേഷൻസ് അറിയത്തില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലെറ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടത്. കുറച്ച് കോൺഫിഡൻസ് കൂടിയില്ലേ? യെസ്, നാളെ ഇങ്ങനെ ഒരു ലെറ്റർ വന്നാൽ അല്ലെങ്കിൽ ഈ പാറ്റേണിലുള്ള ഒരു ലെറ്റർ വന്നാൽ ഒരു ലെറ്ററിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നതിൽ കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആദ്യം യു ഹാവ് ടു ആസ്ക് ദ 6 ക്വസ്റ്റ്യൻസ്. അതിന് ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം എങ്ങോട്ട് പോവാ? You are moving to the skeleton or making the skeleton of the letter. അല്ലെ, ഫ്രെയിം ഉണ്ടാക്കുക. Then you can implement the letter. Once നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം try to check. എന്താ ചെക്ക് ചെയ്യേണ്ടത്?
യു ഹാവ് ടു ചെക്ക് എന്താണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ക്രൈറ്റീരിയ. ഈ പറയുന്ന എല്ലാ ക്രൈറ്റീരിയയും ഞാൻ എന്റെ ലെറ്ററിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ. ആൻഡ് ഫൈനലി ലാസ്റ്റ് 5 minutes യു ഹാവ് ടു പ്രൂഫ് റീഡ് യുവർ ലെറ്റർ. യു ഹാവ് ടു പ്രൂഫ് റീഡ് യുവർ ലെറ്റർ. പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. വളരെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ പ്രൂഫ് റീഡിംഗ് ഇഫക്റ്റീവ് ആവത്തുള്ളൂ. വളരെ ക്ലിയർ ആണ് അല്ലെ? യെസ്. അപ്പൊ നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളെ ഒക്കെ മാറ്റി നിർത്തി വളരെ ഫ്രീ ആയിട്ട് വേണം പ്രൂഫ് റീഡിങ് ചെയ്യാനായിട്ട്. നമ്മൾ എഴുതിയ ലെറ്ററിലെ മിസ്റ്റേക്ക് നമ്മൾ തന്നെ തപ്പി കണ്ടുപിടിക്കുന്നതാണ് എന്ത് പ്രൂഫ് റീഡിങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ വായിച്ചു പോവരുത്. എന്താണോ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് പ്രൂഫ് റീഡിംഗ് ഇഫക്റ്റീവ് ആവുക. നന്നായിട്ട് പ്രൂഫ് റീഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് മിനിമം 3 to 4 മിസ്റ്റേക്സ് ഇൻ യുവർ ലെറ്റർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പ്രൂഫ് റീഡ് ചെയ്ത് ഡു ദ സെൽഫ് കറക്ഷൻസ് ആൻഡ് സെൻഡ് ദിസ് എന്താണ് ഗിവ് ദിസ് ലെറ്റർ ഫോർ ദ ഇവാലുവേഷൻ. ഓക്കെ, ഫൈൻ. അപ്പൊ നാളത്തെ ഒരു ദിവസം ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് മാറട്ടെ. നല്ല ഒരു ലെറ്റർ വന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. ലിസണിങ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്ത് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ, ഇത്ര നന്നായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓക്കെ, അപ്പൊ നാളത്തെ ഒരു ദിവസത്തില് എല്ലാ ബ്ലെസ്സിങ്സും. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളുടെ ഒരു എഫേർട്ടിന്റെ കംപ്ലീറ്റ്നെസ് നാളെയാണ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടാം. മാക്സിമം റിലാക്സ് ചെയ്തിട്ട് നാളെ പോവാ. നന്നായിട്ട് പ്രാർത്ഥിച്ച് വളരെ പോസിറ്റീവ് ആയിട്ട് വേണം നാളെ എക്സാം ഹാളിലോട്ട് പോവാനായിട്ട്. ടുമോറോ ഷുഡ് ബി യുവർ ഡേ. ടുമോറോ ഉറപ്പായിട്ടും സച്ച് എ ബ്ലെസ്ഡ് ഡേ ആണ്. സോ അങ്ങനെ തന്നെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക കേട്ടോ. നമ്മുടെ ഒരു ഉള്ളിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ ലൈഫിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഉറച്ചു വിശ്വസിക്കുക നാളെ എന്റെ ദിവസമാണ്. നാളത്തെ ഒരു ദിവസം ഞാൻ ഫേസ് ചെയ്യാൻ പോണ കാര്യങ്ങള് ഒക്കെ പ്ലാൻ ചെയ്താണ്. എന്റെ മാസ്റ്റർ പ്ലാൻ ആണ്. എന്റെ മാസ്റ്റർ പ്ലാനിലാണ് നാളത്തെ കാര്യങ്ങൾ നടക്കാൻ പോണേ. ഞാൻ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് ആവശ്യമുള്ള സ്കോറ് എന്റെ കയ്യിൽ കിട്ടാൻ നാളെ ഞാൻ റെഡി ആയിട്ട് എക്സാം ഹാളിലോട്ട് പോവുകയാണ്. ഡിസൈഡ് ഇറ്റ് കേട്ടോ. ബി പോസിറ്റീവ് ആൻഡ് ഡിസൈഡ് ഇറ്റ്. അങ്ങനെ തന്നെ ഉറച്ചു പോവാ. അങ്ങനെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എക്സാം ഹാളിലോട്ട് പോണതിന് മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിച്ച് യെസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് ഉറച്ചൊന്ന് പറയാ. ഐ ക്യാൻ ഡു ഇറ്റ്. പോസിബിൾ ആണെങ്കിൽ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. എന്നിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഫേസിലോട്ട് നോക്കി നമ്മളോട് തന്നെ ഒന്ന് സംസാരിച്ചിട്ട് നാളെ ഇറങ്ങി പോവാ. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. ടുഡേ ഇസ് മൈ ഡേ. ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് ഉറച്ചൊന്ന് പറഞ്ഞ് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കാം. നമ്മളെ ഒന്ന് സെൽഫ് ബൂസ്റ്റ് ചെയ്ത് ആ ഒരു കോൺഫിഡൻസോട് കൂടെ വേണം നാളെ എക്സാം ഹാളിലോട്ട് പോവാൻ. നമ്മളൊരു കാരണവശാലും അയ്യോ പറ്റുമോ, ലാസ്റ്റ് ടൈം എനിക്ക് സ്കോർ കിട്ടിയില്ല, ലാസ്റ്റ് ടൈം എനിക്ക് സ്പീക്കിങ്ങിന് സ്കോർ പോയി, ഈ പ്രാവശ്യം പോവുക, ലാസ്റ്റ് ടൈം 340 ഞാൻ നിന്നുപോയി, ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണോ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം റീഡിങ് എനിക്ക് 330, ഈ പ്രാവശ്യം ഇനി എന്താവോ, ടഫാണോ, ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ടും നമ്മുടെ മൈൻഡിലോട്ട് കയറി വരരുത്. നമ്മൾ ചിന്തിക്കുന്നത് എന്നത് എന്താണോ അതാണ് നമ്മൾ. ബി പോസിറ്റീവ്. അറ്റ് ദ സെയിം ടൈം ദിസ് ടൈം I can crack it just because now I know what is the elimination method. അല്ലെ, ഇപ്പൊ എനിക്കറിയാം എന്താണ് എലിമിനേഷൻ മെത്തേഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയപ്പം എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു എലിമിനേഷൻ മെത്തേഡ് എന്താണെന്ന്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം എക്സാക്ട്ലി എന്താണ് എലിമിനേഷൻ മെത്തേഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ഫിയറിനെയും നമ്മൾ റാഷണലൈസ് ചെയ്യണം. അത് കറക്റ്റ് റാഷണൽ കൊടുത്ത് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യുക. ലാസ്റ്റ് ടൈം ഞാൻ സ്പീക്കിംഗ് 330 ആയിപ്പോയി. എന്താ എനിക്ക് സ്പീക്കിംഗ് ലാസ്റ്റ് ടൈം 330 ആവാനുള്ള കാരണം? ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ക്രൈറ്റീരിയ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നന്നായിട്ടൊക്കെ ചെയ്തു, ഞാൻ വിചാരിച്ചു ഞാൻ നന്നായിട്ടാണ് ചെയ്തത്. പക്ഷെ ദിസ് ടൈം ഐ നോ വാട്ട് ഓൾ ആർ ദ ക്രൈറ്റീരിയ. കണ്ടോ, സോ how to implement the criteria. കണ്ടോ, so that is the difference. അപ്പം ഇങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ this time definitely I will crack speaking. കണ്ടോ, അപ്പൊ ലാസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എഴുതുന്ന ആളുകളോടല്ല പറയുന്നത്. ലാസ്റ്റ് ടൈം എഴുതി കിട്ടാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരാണ് എക്സാമിന് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്രീവിയസ് എക്സാമിന്റെ ഒരു ഫിയർ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ. യെസ്, ലാസ്റ്റ് ടൈം എനിക്ക് 330 നിന്നു, 340 നിന്നു, ഈ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് വീണ്ടും നമ്മുടെ എക്സാമുകളെ നെഗറ്റീവായിട്ട് ബാധിക്കരുത്. ലാസ്റ്റ് ടൈം എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഈ ടൈം ഞാൻ നന്നായിട്ട് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ എനിക്കറിയാം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ എം കോൺഫിഡന്റ് ഇനഫ് ടു ഫേസ് ദ എക്സാം. അല്ലെ, അതെ, ഐ വാസ് ഈഗർലി
waiting to write down the exam and get my score. So this time ഉറപ്പായിട്ടും എനിക്ക് കിട്ടും. You have to rationalize. You have to rationalize. അപ്പൊ നമ്മൾ rationalize ചെയ്യുമ്പോഴാണ് നമ്മൾ കോൺഫിഡൻസ് നമുക്ക് കൂടുക. ഓക്കെ, അപ്പൊ അങ്ങനെ അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസോട് കൂടെ വേണം എന്തോ ചെയ്യാൻ, നാളെ എക്സാം ഹാളിലോട്ട് പോവാനായിട്ട്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ദ ടൈം ടു വൈൻഡ് അപ്പ്. സോ അപ്പോൾ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ് ടു യുവർ എക്സാം. ഓക്കെ, സോ ഗോഡ് ബ്ലെസ് യു ഓൾ. സോ എല്ലാവരും എനിക്ക് തോന്നുന്നു യെസ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു, ഓൾവേസ് എ ഗ്രേറ്റ് ഐഡിയ, ഗിവ് മീ യെസ്, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. യെസ്, ഇറ്റ് ഇസ് എ ടൈം ടു വൈൻഡ് അപ്പ്. യെസ്, താങ്ക് യു മാം ഫോർ യുവർ ഗ്രേറ്റ് മോട്ടിവേഷൻ. Inspired. Okay, thank you so much. Good night. Yes, thank you so much. God bless you too. Take care. Yes, thank you ma'am. God bless you. Thank you Manju Sebastian. Thank you. Good night. Yes, Sindhu Xavier. Thank you. Yes, Renimol. Thank you so much. Good night. Yes, thank you once again. Thank you all. Good night to all. Yes, thank you. Yes, thank you. Good night. Yes, Aparna. Thank you all. Good night. So once again, God bless you all. We will meet again on another writing depiction. Thank you.